എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു നല്ല മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ദോശയുടെയും പുട്ടിൻ്റെയും കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് കറുവാപ്പട്ടയും ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. സവാള ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. സവാള എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടണം. ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി വരട്ടിയെടുക്കാവുന്നതാണ്. വളരെ കുറച്ച് സവാള മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടിക്കോളും. ഇത് നമുക്ക് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അധികം മസാലയൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന മുട്ടക്കറിയിൽ നിന്നും നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇടിയപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയോ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. പച്ചമുളക് മാത്രമേ നമ്മൾ ഇതിലേക്ക് എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ സവാളയൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ ഒരു തക്കാളിയും നമുക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണമൊന്ന് മാറിക്കിട്ടണം. തക്കാളി എല്ലാം ഒന്ന് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല. ഇനി നമ്മുടെ കറിക്കും എരിവിനും ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 3 പച്ചമുളകാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി വീണ്ടും എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം നമുക്ക് എത്രത്തോളം എരിവ് വേണം നമുക്ക് അതനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു നോർമൽ എരിവ് മാത്രമാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 കപ്പ് അളവിൽ മാത്രമാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയതാണ്. അതിനായിട്ട് ഞാനിവിടെ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുത്തതാണ്. 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയാകും. അത്രയും സമയം കൊണ്ട് നമ്മുടെ കാഷ്യൂനട്ട് എല്ലാം സോഫ്റ്റ് ആകും. ഇനി ആ വെള്ളം മാറ്റി വെച്ചിട്ട് കാഷ്യൂനട്ട് മാത്രം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഈ ഒരു സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ 3 മുട്ട മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും സമയം കൊണ്ട് നമ്മുടെ ഗ്രേവി എല്ലാം ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളുടെ മുട്ടക്കറി നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.